ഹായ് ഓൾ ഓഫ് യു. ഇന്ന് നമ്മൾ റിവിഷൻ്റെ ഭാഗമായിട്ട് SSCRT റിവിഷൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ സയൻസ്. അതിൽ 9ാമത്തെ ചാപ്റ്ററാണ് ചേർക്കാം പിരിക്കാം. അതേപോലെ 10ാമത്തെ ചാപ്റ്റർ രൂപത്തിനും ബലത്തിലും. സാധാരണ നമ്മൾ ഒരു ചാപ്റ്ററാണ് ഒരു ദിവസം ചെയ്യാറ്. ഇത് വളരെ ചെറിയ രണ്ട് ചാപ്റ്ററാണ്. പക്ഷേ ബേസായ അടിസ്ഥാനപരമായ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളുണ്ട്. പക്ഷേ വളരെ ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഒരു 15 മിനിറ്റ് താഴെയുള്ള 2 ചാപ്റ്റർ ഉൾക്കൊള്ളിച്ച ഒരു വീഡിയോ ആണ് ഇത്തവണ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലെ കണ്ടൻറ്റ് ഉപകാരപ്പെടും. ഈ ചെറിയ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ല മീൻസ് ഉപകാരപ്പെടില്ലെന്നല്ല, PSCക്ക് ഡയറക്റ്റായിട്ട് ചോദിച്ചില്ല എങ്കിലും ഹയർ സ്റ്റാൻഡേർഡിലെ കാര്യങ്ങൾ പഠിക്കാൻ അടിസ്ഥാനപരമായി ഈ 2 ചാപ്റ്റേഴ്സ് നമുക്ക് അത്യാവശ്യമാണ്. 9, 10 എന്ത് ചെയ്യുക, ചില കാര്യങ്ങൾ കെമിസ്ട്രിയുടെയൊക്കെ ഭാഗം പഠിക്കാൻ നമുക്ക് ഈ 2 ചാപ്റ്റർ അത്യാവശ്യമാണ്. അപ്പം നല്ല ഇമ്പോർട്ടൻ്റോട് കൂടി തന്നെ എന്ത് ചെയ്യുക, ഈ ചാപ്റ്ററിനെ കാണണം. ചെറിയ വീഡിയോ ആണ്. അപ്പം തീർച്ചയായിട്ടും ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒരാൾക്കെങ്കിലും എന്ത് ചെയ്യണം, നിങ്ങൾ ചാനലിൽ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഓക്കെ, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇവിടെ ആദ്യൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. കൽക്കണ്ടം നിങ്ങൾക്കെല്ലാം ഇഷ്ടമല്ലേ? കൽക്കണ്ടം രുചിച്ച് നോക്കിയിട്ടുണ്ടോ? അതിൻ്റെ രുചി എന്താണ്? അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞു വരുന്ന ഒരു കാര്യം, ഒരു ബേസായ ഏറ്റവും അടിസ്ഥാനപരമായ കെമിസ്ട്രിയുടെ ഒരു ഭാഗം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഒക്കെ കൽക്കണ്ടം നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ട് അല്ലേ? ഇനി അതിൻ്റെ താഴെ കൊടുത്തിട്ട് നോക്കി, കൽക്കണ്ടം കഴിച്ചു, അതിന് നിറം, മണം, ഗുണമൊക്കെ ചോദിച്ചു. അതിന് ശേഷം നോക്കി, ഈ കൽക്കണ്ടം പൊടിച്ച് ചെറു തരികളാക്കി വീണ്ടും രുചിച്ചു നോക്കൂ, വല്ല വ്യത്യാസമുണ്ടോ? ഇല്ല. അങ്ങനെ നമ്മൾ ഈ പ്രവൃത്തി തുടർന്ന് എന്ത് സംഭവിക്കും? കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അത്ര ചെറിയ കൽക്കണ്ടത്തിൻ്റെ ഒരു പീസ് എടുത്താൽ പോലും ഇല്ലേ, വളരെ ചെറുതപ്പെടുത്താലും ഇതേ ഗുണങ്ങൾ കിട്ടും. അപ്പം നമുക്ക് നോക്കി അപ്പം അതായത് ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിൽക്കുന്ന അല്ലെങ്കിൽ നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലുള്ള പദാർത്ഥങ്ങൾ തന്മാത്രകളാൽ നിർമ്മിതമാണ്. അപ്പോൾ എല്ലാ പദാർത്ഥത്തിൻ്റെയും അടിസ്ഥാന ഗുണങ്ങളുള്ള അല്ലേ, അതിന് പറഞ്ഞ പേരാണത് തന്മാത്ര. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് പഠിക്കേണ്ട കാര്യമാണത്. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികകളാണേത് തന്മാത്ര എന്ന് പറയും. അപ്പം നമുക്ക് പഠിക്കേണ്ട ആദ്യത്തെ കാര്യം നമ്മൾ പഠിച്ചു. ആദ്യം പറഞ്ഞ ആ കൽക്കണ്ടത്തിൻ്റെ കാര്യം നമുക്ക് വേണ്ട. അപ്പോൾ അതെന്താണ്, ചെറിയ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൽക്കണ്ടം നമ്മൾ വീണ്ടും പൊടിച്ചാൽ ടേസ്റ്റിൽ ഗുണത്തിലൊക്കെ വ്യത്യാസമുണ്ടോ എന്ന് ചോദിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് പഠിക്കേണ്ടത് ഈ പച്ച കളറിൽ കാണുന്ന ഭാഗം മാത്രമേ ഉള്ളൂ. എന്താണ് തന്മാത്ര? അപ്പോൾ PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യങ്ങൾ പ്രീവിയസ്. ഓക്കെ, ഇനി ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അറിയത്തില്ല എങ്കിലും അറിഞ്ഞിരിക്കുക. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയ്ക്ക് പറഞ്ഞ പേരാണത് തന്മാത്ര. ഓക്കെ ആണല്ലോ? അതൊക്കെ അല്ലേ? ഇനി നമുക്ക് ബാക്കി നോക്കാം. ഇനി ഇവിടെ സംഭവം കൊടുത്തിട്ടുണ്ട്, ശുദ്ധപദാർത്ഥങ്ങൾ. ശുദ്ധപദാർത്ഥങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ശുദ്ധപദാർത്ഥങ്ങൾ നോക്കിയാലോ? അപ്പോൾ നോക്കി, എന്താ ശുദ്ധപദാർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ശുദ്ധപദാർത്ഥം എന്ന് പറയുന്നു. എക്സാമ്പിൾ നോക്കിക്കേ, ജലം ഒരു ശുദ്ധപദാർത്ഥമാണ്. കുറച്ച് എക്സാമ്പിൾ ഉണ്ട്, കറിയുപ്പ്, അലുമിനിയം, ഗ്ലിസറിൻ. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ശുദ്ധപദാർത്ഥം എന്ന കണ്ടന്റ് അറിയത്തില്ലെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് താഴെ കാണുന്ന ഒരു ശുദ്ധപദാർത്ഥത്തിൽ പെടാത്തത് ഏതാണെന്ന് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം അല്ലേ? അപ്പം ശുദ്ധപദാർത്ഥം എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്ര മാത്രമാണ് കാണുന്നത്. എന്ന് പറഞ്ഞ പേരാണത് ശുദ്ധപദാർത്ഥം. ഓക്കെ ആണല്ലോ? കറിയുപ്പ്, അലുമിനിയം, ഗ്ലിസറിൻ, അപ്പക്കാരം, കോപ്പ്, ഇതൊക്കെ ശുദ്ധപദാർത്ഥത്തിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പോൾ ശുദ്ധപദാർത്ഥം മനസ്സിലായല്ലോ? അടുത്ത് നോക്കി, ഇനി നമുക്ക് പഠിക്കേണ്ട അടുത്ത സംഭവമാണത് മിശ്രിതം. എന്താണ് മിശ്രിതം എന്ന് നോക്കൂ. മിശ്രിതം എന്താണ്? ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെന്ത് പറയും? മിശ്രിതം എന്ന് പറയും. അപ്പോൾ ശുദ്ധപദാർത്ഥം പഠിച്ചു, മിശ്രിതം പഠിച്ചു. മിശ്രിതം എന്ന് പറയുന്നതാണ് ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ എന്ത് വിളിക്കും നമ്മൾ? മിശ്രിതം എന്നും പറയും. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ നോക്കിക്കേ, പഞ്ചസാര ലായനി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചേരുന്നുണ്ട് അതിൽ പഞ്ചസാരയും ജലവും ഉണ്ട് അല്ലേ? സോഡ എന്ന് പറഞ്ഞാലോ ജലമുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് അല്ലേ? അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നോക്കണം. അപ്പം നമ്മൾ മിശ്രിതം എന്താണെന്ന് പഠിച്ചു അല്ലേ? ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പറഞ്ഞ പേരാണത് മിശ്രിതം എന്ന് പഠിച്ചു അല്ലേ? ഇനി നമുക്ക് ഇതിലുള്ളത് നോക്കി, ഈ മിശ്രിതങ്ങളും പലതരമുണ്ട്. അത് ഏതൊക്കെയാ? അതിൽ ഒന്നാമത്തേതാണത് ഏകാത്മക മിശ്രിതം. രണ്ടാമത്തെ ഏതാണ്? ഭിന്നകാത്മക മിശ്രിതം. ഈ 2 കാര്യം എന്ത് ചെയ്യണം, ഒന്ന് ഓർത്തിരിക്കണം. മിശ്രിതങ്ങൾ ഏതൊക്കെയാണ്? ഏകാത്മക മിശ്രിതമുണ്ട്, അതേപോലെ ഭിന്നാത്മക മിശ്രിതമുണ്ട്. ഈ 2 കാര്യം എന്ത് ചെയ്യണം,
ഓർമ്മിക്കണം. ഇനി നമുക്ക് എന്താണ് ഏകാത്മക മിശ്രിതം നോക്കാം. നോക്കിയേ, ഒരു മിശ്രിതത്തിൽ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതത്തെ വിളിക്കുന്ന പേരാണെന്ത്? ഏകാത്മക മിശ്രിതം. ഒരു മിശ്രിതത്തിൽ എല്ലാ ഭാഗവും ഒരേ ഗുണം അല്ലേ കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതത്തെ വിളിക്കുന്ന പേരാണെന്ത്? ഏകാത്മക മിശ്രിതം അല്ലേ. ഇനി അടുത്ത് നോക്കൂ, ഭിന്നകാത്മക മിശ്രിതം എന്ന് പറഞ്ഞാൽ എന്താ? ഭിന്നാത്മക മിശ്രിതം എന്ന് പറഞ്ഞാൽ ഒരു മിശ്രിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഭിന്നാത്മക മിശ്രിതം. ഓക്കെ ആണല്ലോ. ഒരു മിശ്രിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഭിന്നാത്മക മിശ്രിതം. ഓക്കെ ആണല്ലോ. ഇനി രണ്ടിനും ഓരോ എക്സാമ്പിൾ പറയാം അല്ലേ. രണ്ടിനും എക്സാമ്പിൾ ഇതെന്താണ്? പഞ്ചസാര ലായനി നോക്കി. പഞ്ചസാര ലായനി എടുത്താൽ എന്താണ്? പഞ്ചസാര ലായനിയിൽ എന്താണ്? എല്ലാ ഭാഗത്തും ഒരേ ഗുണം കാണിക്കും. അപ്പം പഞ്ചസാര ലായനി എന്താണ്? ഏകാത്മക മിശ്രിതമാണ്. എന്ന് നോക്കിക്കേ, നമ്മളൊരു ഗ്ലാസ്സിൽ ചോക്ക് പൊടിച്ചിട്ട് അല്ലേ, ഒരു ഗ്ലാസ് എടുത്തു, അതിൽ കുറച്ച് ചോക്ക് പൊടി ഇട്ടു നോക്കിയാൽ അല്ലേ. ഈ ചോക്ക് പൊടി നമ്മൾ പൊടിച്ചിട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? വെള്ളം ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ അതിൻ്റെ എല്ലാ ഭാഗത്തും എന്ത് ചെയ്യും? ഒരേ ഗുണം കാണിക്കുമോ? ചോക്ക് പൊടി എല്ലായിടത്തും ഒരേപോലെ ഇരിക്കുമോ? ഇല്ലല്ലോ. അപ്പം അത്തരത്തിലുള്ള മിശ്രിതങ്ങൾക്ക് പറഞ്ഞ പേരാണെന്ത്? ഭിന്നാത്മക മിശ്രിതം. അടുത്ത് നോക്കി, നമുക്ക് പഠിക്കേണ്ട കാര്യം ലായനികൾ പലതരം എന്ന ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. ലായനികൾ പലതരം. നമുക്ക് വേണ്ടത് മാത്രമേ എടുക്കുന്നുള്ളൂ, ബാക്കി നമ്മൾ ഓടിച്ചു വിടുവാണ്. ലായനികൾ പലതരം. ഇനി നോക്കിക്കോ, നമുക്കൊക്കെ കൺഫ്യൂഷൻ വരുന്ന, നമ്മളൊക്കെ തെറ്റിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഇവിടെ ഉണ്ട്. നോക്കി, നാം ഉപയോഗിക്കുന്ന പല ലായനികളും ഒരു ഖരപദാർത്ഥം ദ്രാവകത്തിൽ ലയിച്ചവയാണ്. അതാണ് നമ്മൾ സാധാരണ ലായനി എന്ന് പറയുക. നമുക്ക് ലീനം എന്താണെന്നറിയാം അല്ലേ. ലീനം എന്താണെന്നറിയാം, ലായകം എന്താണെന്നറിയാം, ലായനി എന്താണെന്നറിയാം. മനസ്സിലായല്ലോ. ഇനി നമുക്ക് പഠിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ്? നാം ഉപയോഗിക്കുന്ന പല ലായനികളും ഒരു ഖരപദാർത്ഥം ദ്രാവകത്തിൽ ലയിച്ചവയാണ്. എന്നാൽ എല്ലാ ലായനികളും ദ്രാവകാവസ്ഥയിലല്ല, ഖരാവസ്ഥയിലും വാതകാവസ്ഥയിലും ലായനികൾ ഉണ്ട് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു പോയിന്റ് പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വന്നാൽ നമ്മളൊക്കെ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അത് തെറ്റിക്കും. അപ്പം നമ്മൾ ചിന്തിച്ചിരിക്കുന്ന അതാണ് ടെക്സ്റ്റ് ബുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? വായിക്കണം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഒരാൾ ചോദിക്കുവാണ്, എല്ലാ ലായനികളും ദ്രാവകാവസ്ഥയിലാണോ മാത്രമാണോ ഉള്ളത്? അല്ല അല്ലേ. അപ്പോൾ ഖരാവസ്ഥയിലും ഉണ്ട്, വാതകാവസ്ഥയിലും ഉണ്ട്. ഈ ഒരു കാര്യം എന്ത് ചെയ്യണം? ഓർത്തിരിക്കണേ. ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഈ ഒരു ബോക്സിൽ എന്താണ്? കുറച്ച് ലായനികൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ലായനികൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ? ഒന്ന് ബ്രാസ് കൊടുത്തിട്ടുണ്ട്. ലായനി ഏതാണ്? ബ്രാസ്. അതിലെന്തൊക്കെയാണ് ചേർന്നിട്ടുള്ളത്? അതിൽ സിങ്കും ഉണ്ട്, കോപ്പറും ഉണ്ട്. ഇനി സോഡയാണെങ്കിലോ അതിൽ ജലമുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഗ്ലിസറിൻ വെള്ളത്തിൽ ലയിപ്പിച്ചാണെങ്കിലോ ഗ്ലിസറിനും ഉണ്ട്, ജലവും ഉണ്ട് അതല്ലേ. വായു ആണെങ്കിലോ അതിൽ നൈട്രജൻ, ഓക്സിജൻ മുതൽ കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെ എന്ത് ചെയ്യുക? ജലകണികൾ മുതലായ എല്ലാം ഉണ്ട്. മനസ്സിലായല്ലോ. അപ്പം ഈ ഒരു പോയിന്റ് ഓക്കെ ആണല്ലോ. എല്ലാ ലായനികളും ഖരപദാർത്ഥം അല്ലെ, ഖരപദാർത്ഥം ദ്രാവകത്തിൽ ലയിച്ചു മാത്രമാണോ? അല്ലല്ലോ. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഒരു കാര്യം എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലൊക്കെ വരാൻ സാധ്യതയുണ്ട്, ഓർത്തിരുന്നോണേ. ഇനി ഇവിടെ ഒരു ഹെഡിങ് ഉണ്ട്, വേർതിരിക്കും എന്ന് പറയുന്നു. നമ്മളതൊന്നും എന്ത് ചെയ്യുക? അതൊന്നും എക്സാമ്പിളൊക്കെ കൊടുത്ത് ഇവിടെ എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് വേണ്ട കാര്യം മാത്രം വേഗം നമ്മൾ പഠിച്ചു പോവാം. ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയ്ക്ക് പറഞ്ഞ പേരാണെന്ത്? തെളിയൂറ്റൽ. അപ്പം നമ്മൾ മിശ്രിതം ഏതാണെന്ന് പഠിച്ചില്ല. അങ്ങനെ മിശ്രിതത്തെ നമ്മൾ എന്ത് പാത്രത്തിൽ ഇങ്ങനെ വെക്കുമ്പോൾ എന്തെങ്കിലും കുറേയൊക്കെ നേരം കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് താഴ്ഭാഗത്ത് ഊറി അടിയിൽ എന്ത് ചെയ്യും? അടിയും അല്ലേ. അങ്ങനെ മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണെന്ത്? തെളിയൂറ്റൽ. അപ്പം തെളിയൂറ്റൽ എന്നുള്ള ടോപ്പിക്ക് മാത്രം ഇവിടെ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചേക്കുക. ഓക്കെ. ബാക്കി വെള്ളം തെളിയൂറ്റുന്ന കുറേ പ്രോസസ്സൊക്കെ ഉണ്ട്, കുറേ രീതികളൊക്കെ ഉണ്ട്. നമുക്കതൊന്നും വേണ്ട. നമുക്ക് വേണ്ട കാര്യം വേഗം പോകാം കേട്ടോ. ഓക്കെ. അടുത്ത് നോക്കിയേ, ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിൻ്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം അല്ലേ. അപ്പം ബാഷ്പീകരണം എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പം ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിൻ്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം എന്ന കാര്യം നമുക്ക് അറിയാം. ജസ്റ്റ് ഉള്ളത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അതേപോലെ ഇവിടെ ഒരു പോയിന്റും കൂടി പറയാൻ വിട്ടുപോയി. നോക്കി, ഒരു മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയാണ് അരിക്കൽ. അപ്പം നമ്മൾ അരിക്കൽ പഠിച്ചു, ബാഷ്പീകരണം പഠിച്ചു അല്ലേ. അതേപോലെ എന്ത് ചെയ്തു? തെളിയൂറ്റൽ പഠിച്ചു. ഓക്കെ. അപ്പോൾ ഈ 3 കാര്യം ഓർത്തിരിക്കണേ. അടുത്ത് നോക്കൂ, ഒരു കാര്യം കൂടെ നോക്കി. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താ അത് നമ്മൾ ഉപ്പ് അല്ലേ. നമുക്കറിയാം കടൽ വെള്ളം എന്ത് ചെയ്യുക? വയലിൽ ഇങ്ങനെ കളം കെട്ടി നമ്മുടെ ചെറിയ കണ്ടം പോലെ, നെല്ല് നടന്ന കണ്ടം പോലെ കയറ്റി എന്ത് ചെയ്യുക? അതിൽ കടൽ വെള്ളം അടിച്ചിടും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനുശേഷം എന്ത് ചെയ്തു? അതിനുശേഷം സൂര്യൻ്റെ ചൂടും കൊണ്ട് എന്ത് ചെയ്യും? ആ വെള്ളം എന്ത് ചെയ്യും? വറ്റിപ്പോവും. ഉപ്പ് ലാശം നമ്മൾ തട്ടിക്കൂട്ടി എടുക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. എന്താണ്? കടൽ ജലത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചിരിക്കുന്ന രീതിക്ക് പറഞ്ഞ പേരാണെന്ത്? ബാഷ്പീകരണം. ഒന്ന് ഓർത്തിരുന്നോണം കേട്ടോ. കടൽ ജലത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്ന പ്രോസസ്സിന് പറഞ്ഞ പേരാണെന്ത്? ബാഷ്പീകരണം. ഓക്കെ ആണല്ലോ. അപ്പം ഒരുപാട് വീഡിയോ വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് ഇരുമ്പ് പൊടി വേർതിരിക്കൽ എന്നൊരു കാര്യമുണ്ട്. അത് ഇരുമ്പ് പൊടി വേർതിരിക്കുന്നത് എങ്ങനെയാണ്? കാന്തം വെച്ചിട്ടാണ് ചെയ്യുന്നത് വേർതിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിലിപ്പോൾ ഒന്നും പറയുന്നില്ല. അപ്പം നമ്മൾ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഈ ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ ആണല്ലോ.
അപ്പോൾ നമുക്ക് ഇതിലുള്ളത് തന്മാത്ര എന്ന ആശയം പഠിച്ചു, പദാർത്ഥങ്ങളെ ശുദ്ധപദാർത്ഥങ്ങൾ, മിശ്രിതങ്ങൾ എന്ന കാര്യം പഠിച്ചു, മിശ്രിതങ്ങളെ ഏകാത്മ മിശ്രിതം, ഭിന്നകാത്മ മിശ്രിതം എന്നിങ്ങനെ തരംതിരിച്ച് പഠിച്ചു. അതേപോലെ എന്ത് ചെയ്യുക, മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന നമ്മളെ ബാഷ്പീകരണം അല്ലെ തെളിയൂറ്റിലൊക്കെ പഠിച്ചു. അതായത് നോക്കി, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് എന്ത് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു പച്ച നീല ലൈക്ക് കളറിൽ നമ്മൾ ഇട്ട പോയ കാര്യങ്ങൾ പഠിച്ചു എങ്കിൽ എന്താണ് ഈ ചാപ്റ്റർ പഠിച്ചു എന്നർത്ഥം. അപ്പം തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമാകുകയാണ്, ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പം ഈ വീഡിയോയുടെ കൂടെ തന്നെ അടുത്ത ഒരു ചാപ്റ്ററും കൂടി നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അതാണ് 10ാമത്തെ ചാപ്റ്റർ, രൂപത്തിനും ബലത്തിനും. ഹൈ ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2ാമത്തെ ചാപ്റ്ററാണ്, രൂപത്തിനും ബലത്തിലും. ഓക്കെ, ചെറിയ ചാപ്റ്ററാണ്, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. അപ്പം വേഗം നോക്കിയോളൂ, നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഇവിടെ ഒരു കുറേ ജീവികളുടെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ. നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന ജീവികളാണ് അല്ലേ. എല്ലാത്തിൻ്റെയും പുറന്തോടിനൊക്കെ എന്താണ് ഒരു ബലവും ഒക്കെ ഉണ്ട് അല്ലേ, ഷേപ്പും വ്യത്യാസമൊക്കെ ഉണ്ട് അല്ലേ. നമ്മൾ ഒച്ചെന്നൊക്കെ പറയുന്ന സാധനമാണ്, ഞണ്ട് എന്ന് പറയുന്ന പാറ്റ അല്ലേ, ചെമ്മീൻ അല്ലേ, അല്ലെങ്കിൽ വണ്ടോ, ഇങ്ങനെ കുറേ ജീവികൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം ഇവിടെ നമുക്ക് പഠിക്കേണ്ട ഒരേ ഒരു ടോപ്പിക്കാണെന്ത്, എന്താണ് ബാഹ്യാസ്ഥികൂടം എന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. എന്താ ബാഹ്യാസ്ഥികൂടം എന്ന് പറഞ്ഞാൽ ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനും സഹായിക്കുന്ന ശരീരത്തിന് പുറത്തുള്ള ആവരണത്തിന് പറഞ്ഞ പേരാണെന്ത്, ബാഹ്യാസ്ഥികൂടം. ഈ ഒരു കാര്യമൊക്കെയാണല്ലോ. അപ്പോൾ എന്തിനൊക്കെയാ, ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനും പുറന്തോടുകൾ സഹായിക്കുന്നു അല്ലേ. അപ്പം ശരീരത്തിൻ്റെ പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്, ബാഹ്യാസ്ഥികൂടം. ഈ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കണം. ബാഹ്യാസ്ഥികൂടം എന്താണെന്ന കാര്യമൊക്കെയാണല്ലോ. അടുത്ത് നോക്കിയേ, ഇനി ഇതിൻ്റെ എക്സാമ്പിൾ, മത്സ്യങ്ങളുടെയും ഉരകങ്ങളുടെയും ചെതുമ്പലുകൾ, പക്ഷികളുടെ തൂവലുകൾ, ജന്തുക്കളുടെ രോമങ്ങൾ, കൊമ്പുകൾ, കുളമ്പുകൾ, നഖങ്ങൾ തുടങ്ങിയ എല്ലാം എന്താണ്, ബാഹ്യാസ്ഥികൂടത്തിൻ്റെ അവശേഷിപ്പുകളാണ്, അതിൻ്റെ ഒരു ഭാഗം തന്നെയാണെന്നാണ് പറഞ്ഞു വരുന്നത്. പെട്ടെന്ന് നമുക്കൊന്നും കിട്ടത്തില്ല. അത് താഴെ പറയുന്നത് പെട്ടതേതാണെന്ന് അല്ലേ, ബാഹ്യാസ്ഥികൂടത്തിൽ പെട്ടതേതാ പെടാത്തതെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, തൂവലൊന്നും കണ്ട് നമ്മൾ എഴുതിയാലല്ലേ, അല്ലെങ്കിൽ ഈ ചെതുമ്പലൊന്നും എഴുതൂല. അസ്ഥികൂടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എന്താണ്, ബലമുള്ള എല്ലെന്ന് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ എന്തിനാണോ, ചുരുക്കി എന്താണ്, എന്തിനാണ് ബാഹ്യാസ്ഥികൂടം എന്ന് ചോദിച്ചാൽ എന്ത് പറയും, ആകൃതിക്കും സംരക്ഷണത്തിനുമാണ്. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കലാണ് അസ്ഥികൾ പലവിധമുണ്ട്. അസ്ഥികൾ പലവിധം ടോപ്പിക്കാണ്. നോക്കിയേ, തലയോട്, വാരിയെല്ല്, നട്ടെല്ല്, മറ്റെല്ലുകൾ എന്നിവ ആകൃതിയിലും വലിപ്പത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. തലയോട് തലച്ചോറിനെ സംരക്ഷിക്കുന്നു. തലയോട്ടിയിൽ കീഴ്ത്താടി എല്ലിന് മാത്രമാണ് ചലന സ്വാതന്ത്ര്യമുള്ളത്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ കീഴ്ത്താടി എല്ലാണ്. ശരീരത്തെ നേരെ നിർത്തുന്നതാണ് നട്ടെല്ലാണ്. നട്ടെല്ലിന് ഏൽക്കുന്ന പല ക്ഷതങ്ങൾ ആജീവനാന്തം തളർച്ചയ്ക്ക് കാരണമായേക്കാം. ശ്വാസകോശങ്ങൾ, ഹൃദയം എന്നിവ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസാണ്. ഒരുപാട് പോയിന്റുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഈ ഒരു നമ്മളിപ്പോൾ വായിച്ച ഈ ഒരു പാരഗ്രാഫിലുണ്ട്. ഞാനത് പ്രധാനപ്പെട്ട എന്ത് ചെയ്യുക, നമ്മൾ നമ്മൾ മനുഷ്യരുടെ പ്രധാനപ്പെട്ട എല്ലുകളൊക്കെയാണ് ഇതൊക്കെയാണെന്ന് പറഞ്ഞു. അത്ര ഓക്കെയാണല്ലോ. തലച്ചോറിന് ജോലി, തലയോട് എന്തിനാ സംരക്ഷിക്കുന്നത്, തലച്ചോറിനെ സംരക്ഷിക്കുന്നു. അതേപോലെ നോക്കിയേ, തലയോട്ടിയിൽ കീഴ്ത്താടി എല്ലിന് മാത്രമാണ് ചലന സ്വാതന്ത്ര്യമുള്ളത്. ഓർത്ത് വെച്ചോണേ, അത് നമ്മൾ പെട്ടെന്ന് കിട്ടൂല, ഓർത്ത് വെച്ചോണം. നോക്കൂ, അതേപോലെ നോക്കി, ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ലുകൾ ഏതാണ്, കീഴ്ത്താടി എല്ലാണ് ഏറ്റവും ബലമുള്ളത്. അതേപോലെ നോക്കി, നട്ടെല്ല് നമുക്കറിയാം, നട്ടെല്ലേക്ക് അതൊക്കെ നമുക്കറിയാം. പിന്നെ വാരിയെല്ലാണ് സംരക്ഷിക്കുന്നത് അറിയാം. അതേപോലെ ഇത് രണ്ടും PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയല്ല്, അതിനെ ഫീമർ എന്ന് പറയും അല്ലേ, ഫീമർ അല്ലേ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്, ചെവിക്കുള്ള സ്റ്റേപ്പിസ് എന്ന് പറയും. അപ്പം ഈ രണ്ട് എന്താണ്, നമ്മുടെ കാലിൻ്റെ തുടയെല്ലും ചെവിയിലെ എല്ലും എന്ത് ചെയ്യുക, വലുതും ചെറുതുമാണെന്ന കാര്യം എന്ത് ചെയ്യണം, ഒന്ന് ഓർത്തിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം, ഒരുപാട് തവണ PSCക്ക് ചോദിച്ച ചോദ്യമാണ്, നമ്മൾ പരീക്ഷയ്ക്ക് മറന്നും പോകുന്ന സംഭവമാണ്. അത് വേഗം നോക്കാം നമുക്ക്. അതായത് ജനിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഏകദേശം 300 എല്ലുകളുണ്ടാവും. പ്രായപൂർത്തിയാകുന്നതോടെ ഇതിൽ പലതും ഒന്നിച്ചു ചേർന്ന് 206 ആയിട്ട് എന്ത് ചെയ്യുന്നു, കുറയുന്നു. അപ്പം എത്ര അസ്ഥികളുണ്ടെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. 206 മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ. ഓക്കെ, മനുഷ്യ ശരീരത്തിലെ അസ്ഥികൾ താഴെ പറയുന്ന തോതിലാണ് ഉള്ളതെന്ന് വെച്ചാൽ തലയോടിൽ എത്രയുണ്ട്, 22, വാരിയെല്ലാണെങ്കിൽ 24 അല്ലേ, ഓരോ കാലിലും 30 വീതം, അരക്കെട്ടാണെങ്കിൽ 2, നട്ടെല്ലാണെങ്കിൽ 33, ഓരോ കൈയിലും 32 വീതം അല്ലേ, മാറലാണെങ്കിൽ 1. ഇങ്ങനെയാണ് നമ്മുടെ അസ്ഥികളുടെ ആ ഒരു എണ്ണം എന്ന് പറയുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഈ ഒരു ഭാഗം. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് ആ ഒരു വൃത്തിയോടെ എന്ത് ചെയ്യുക, പഠിക്കണം. ഓക്കെ, അടുത്ത് നോക്കിയേ,
അടുത്തത് ഈ കൊടുത്തത് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ട. കൈപ്പത്തി, കാൽമുട്ട്, കൈമുട്ട്, കഴുത്ത്, കൈക്കുഴ, ഇങ്ങനെ കുറേ ഭാഗങ്ങൾ കൊടുത്തിരുന്നു, നമുക്ക് വേണ്ട. പക്ഷേ ഇതിൽ നമ്മൾ ഒരു കാര്യം പഠിക്കുന്നതാണ്. ഈ കൊടുത്ത എല്ലാ ഭാഗത്തിൻ്റെയും ചലനം ഒരേ ദിശയിലേക്കാണോ? അല്ലല്ലോ, വ്യത്യസ്ത ചലനങ്ങളല്ലേ. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഭാഗത്തേക്ക് മാത്രം ചലിക്കുന്നുണ്ട്, ഇരു ദിശയിലേക്കും ചലിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ പല ഭാഗത്തും രീതിയിലുള്ള ചലനങ്ങൾക്ക് സാധ്യമായ അസ്ഥികൾ നമുക്കുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അതുമായി ബന്ധപ്പെട്ട് ടോപ്പിക്ക് പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും നമ്മെ സഹായിക്കുന്നത് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അസ്ഥിസന്ധികളാണ്. അസ്ഥിസന്ധികൾ എന്ന ടോപ്പിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഈ ചലനം സെയിം ആണോ അല്ലേ അല്ലെങ്കിൽ ഡിഫറൻ്റ് ആണോ എന്ന് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിത് വേണ്ട, നമുക്കിതൊന്നും എന്ത് ചെയ്യുക, അസ്ഥിസന്ധികളാണെന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ഓർക്കണം. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട സന്ധികളും അവരുടെ എന്ത് ചെയ്യുക, കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഒന്നാമത്തെ നോക്കി, ഗോളരസന്ധി. ഗോളരസന്ധി അതെവിടെയാണ് കാണുന്നത്? നട്ടെല്ല്, ഇടുപ്പെല്ല് ഭാഗത്താണ് കാണുന്നത്. നട്ടെല്ല് അല്ലെങ്കിൽ ഇടുപ്പെല്ല് ഭാഗത്താണ് ഇത് കാണപ്പെടുന്നത്. എന്താ അതിൻ്റെ പ്രത്യേകം നോക്കി, ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളവ ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു. ഇതാണെന്ത് പറയുന്നത്, ഗോളരസന്ധി. പേരോർത്തം ഗോളമായിട്ടല്ലേ, അപ്പോൾ ഒന്നിക്കിടന്ന് മറ്റേ ഗോളം പോലെ തിരിയുന്നു, അങ്ങനെ ഓർത്താൽ മതി, ഗോളരസന്ധി. അടുത്ത് നോക്കി, വിജാഗിരി സന്ധി. രണ്ടാമത്തേതാണ് വിജാഗിരി സന്ധി. എവിടെയാണ് കാണുന്നത്? കൈമുട്ട്, കാൽമുട്ടിലാണ് വിജാഗിരി സന്ധി ഉള്ളത്. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു. ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. അടുത്ത മൂന്നാമത്തെ നോക്കി, കീലസന്ധി. എന്താ അത്? കഴുത്ത് അല്ലേ. അതേപോലെ തലയോടും നട്ടലിൻ്റെ മുകൾ ഭാഗം ചേരുന്ന സ്ഥലത്താണ് ഇത് കാണുന്നത്, കഴുത്ത് കീലസന്ധി കാണുന്നത് അല്ലേ. ഏകദേശം എന്ത് ചെയ്യുക, ഈ ഭാഗത്താണ് കീലസന്ധി കാണുന്നത്. എന്താ പ്രത്യേകത? ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്നു. ഈ 3 പോയിന്റ് ഒന്ന് ഓർത്തിരിക്കണം. പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്, നമ്മൾ മറന്നു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് ഗോളരസന്ധി, വിജാഗിരി സന്ധി, കീലസന്ധി, അതെവിടെ കാണുന്നു, അതിൻ്റെ പ്രത്യേകതയാണ്. ഏറ്റവും ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഏതാണത്? ഗോളരസന്ധി എന്ന കാര്യം ഓർത്തിരിക്കണം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കേണ്ട ഒരു ചെറിയൊരു ഭാഗമാണ്, പഠിക്കേണ്ടതായിട്ടില്ല, ചെറിയ ഡീറ്റെയിൽ പെട്ടെന്ന് കഴിഞ്ഞു. ചാപ്റ്റർ ലാസ്റ്റ് ഭാഗമാണ്. ശക്തമായ ആഘാതം ഏൽക്കുന്നത് അസ്ഥി പൊട്ടുന്നതിനോ അസ്ഥികളിൽ വിള്ളലുണ്ടാകുന്നതിനോ കാരണമാകാം. അസ്ഥി ഒടിയുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണത് അസ്ഥിഭംഗം എന്ന് പറയുന്നു. ചിലപ്പോൾ അസ്ഥികൾ സ്ഥാനം തെറ്റാറുണ്ട്. ഇതിനാണ് സ്ഥാനഭ്രംശം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ 2 പോയിന്റ് നമ്മൾ ഓർത്തിരിക്കണം. ഏതൊക്കെയത്? എന്താണ് അസ്ഥിഭംഗം അല്ലേ? അസ്ഥിഭംഗം എന്ന് പറഞ്ഞാൽ എന്താണത്? അസ്ഥിഭംഗം എന്ന് പറഞ്ഞാൽ അസ്ഥികൾ ഒടിയുന്നതിന് പറഞ്ഞ പേരാണെന്ത്? അസ്ഥിഭംഗം എന്ന് പറയും ആണല്ലോ. എന്നാൽ അസ്ഥികൾ സ്ഥാനം തെറ്റുന്നതിന് പറഞ്ഞ പേരാണെന്ത്? സ്ഥാനഭ്രംശം എന്ന് പറയും. ഈ 2 പോയിന്റ് ഇതിൽ ഓർത്തിരിക്കുക. ഇനി നമുക്കിതിൽ 2 ചെറിയ കാര്യങ്ങളെ ഈ പേജിൽ പഠിക്കാനുള്ളൂ. ഒന്ന് അസ്ഥിഭംഗം അല്ലേ. അസ്ഥി ഒടിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടത്? ആശുപത്രി കൊണ്ടുപോകണം അല്ലേ, ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒലക്കരുത്, ഇതൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണല്ലോ. അപ്പം നോക്കി, ഇവിടെ ടോപ്പിക്കുണ്ട്, സ്പ്ലിൻ്റ് എന്ന ഭാഗമുണ്ട്. എന്താ സ്പ്ലിൻ്റ് എന്ന് പറഞ്ഞാൽ? മരം, പ്ലാസ്റ്റിക്, ലോഹം എന്നിവയിലേതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങുപലകയാണ് സ്പ്ലിൻ്റ്. അതായത് കൈകാലുകളിലെ ഒടിവുള്ള എല്ല് നിശ്ചലമാക്കി വെക്കാൻ സ്പ്ലിൻറ്റ് വെച്ച് കിട്ടുന്ന സഹായവും. നമ്മൾ കണ്ടില്ലേ, ഒടിഞ്ഞ ആളുകളുടെ കൈയൊക്കെ വെച്ച് കിട്ടിയേക്കുന്നുണ്ടല്ലേ, കോലോ അല്ലെങ്കിൽ കമ്പി കഷ്ണമൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അതിന് പറഞ്ഞ പേരാണ് സ്പ്ലിൻറ്റ്. ആ ഒരു കാര്യം ഓർക്കുക. ഇനി നമുക്ക് പഠിക്കേണ്ട ഈ ഒരു ബോക്സാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം ഏതാണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അല്ലേ. അതേപോലെ ഒരു പോയിന്റ് കൂടിയുണ്ട്, അസ്ഥികളുടെ വളർച്ചയ്ക്ക് ഏത് വേണം? കാൽസ്യം വേണം, ഫോസ്ഫറസ് വേണം. അപ്പം ആ ഒരു കാര്യം ഓർത്തിരിക്കുക. അതേപോലെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, വേണ്ട ഒരു കാര്യം, ഏതു തരം ഭക്ഷണത്തിൽ നിന്നാണ് കിട്ടുന്നതെന്ന് നോക്കി. അതായത് കിട്ടുന്നത് കുമ്പളങ്ങ, പടവലങ്ങ തുടങ്ങിയ പച്ചക്കറികളിലും പേരയ്ക്ക, ചാമ്പയ്ക്ക തുടങ്ങിയ പഴങ്ങളിലും മുട്ട, പാൽ, ചെറുമത്സ്യങ്ങൾ തുടങ്ങിയവയിലും കാൽസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് താല്പര്യമില്ലാത്ത കുമ്പളങ്ങ, പടവലങ്ങയിലൊക്കെ എന്താണ്, അതിൽ ധാരാളമായിട്ട് എന്തുണ്ട്? കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം? അതൊക്കെ ഉപയോഗിക്കണം അല്ലേ. അതേപോലെ പച്ചക്കറി, പേരയ്ക്ക, ചാമ്പയ്ക്ക തുടങ്ങിയ പഴങ്ങളിലും എന്ത് അല്ലെ, മുട്ട, പാൽ, ചെറുമത്സ്യങ്ങൾ, ഇതിലൊക്കെ എന്തുണ്ട്? കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അപ്പം വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. നിങ്ങളുടെ ഒരു കൂട്ടുകാർക്കെങ്കിലും പഠിക്കുന്ന ഒരാൾക്കെങ്കിലും എന്ത് ചെയ്യണം, ലിങ്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, സപ്പോർട്ട് ചെയ്യണം. താങ്ക്